അതായത് ഹലോ ഗൈസ്, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അതായത് ഇന്ന് എനിക്ക് ചേർത്തിലെ ഹിതിക ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോയുടെ ഒരു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. അപ്പം അവിടെ പോയിട്ട് ഞാൻ തിരിച്ചു ഒരുപാട് വ്ളോഗേഴ്സ് ഉണ്ടോന്ന് എനിക്ക് ഒരുപാട് മീഡിയാസ് ഉണ്ടായിരുന്നു നമുക്ക്. അപ്പം അവരെല്ലാം വന്ന് വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചു വന്നപ്പം ഞാൻ നോക്കിയപ്പം ഒരു വ്ളോഗർ, അതായത് എന്നെ നെഗറ്റീവ് അടിക്കുന്ന SP വ്ളോഗ് എന്നും കണ്ടാന്ന് തോന്നുന്നു അവരുടെ പേര്. എനിക്ക് അവരുടെ പേര് പോലും അറിയില്ല. ഞാൻ സത്യമായിട്ട് ഞാനിപ്പം എൻ്റെ സുഹൃത്ത് സജന ചേച്ചിയോടാണ് ചോദിച്ചത് അവരുടെ പേരെന്തുവാന്ന് പോലും. ആ വ്ളോഗിൻ്റെ ഇങ്ങനെ മാറ്റി പോകുമ്പോഴത്തേന് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നതാണ്. അവരെനിക്ക് ഭയങ്കര നെഗറ്റീവ് അടിക്കുന്നവർ. നാണമുണ്ടോ SP വ്ളോഗിലെ ആ പുള്ളിക്കാരിക്ക്? നാണവും മാനവും ഉണ്ടോ? കാരണം എന്ന് വെച്ചാൽ ഇവർ ഒരു മുറിക്കകത്തിരുന്ന് മൊബൈൽ വെച്ചിട്ട് എന്നെ കുറ്റം പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഇനോഗ്രേഷന് പാത്തും പതുങ്ങി മാസ്ക് വെച്ചിട്ട് വന്നിട്ട് എൻ്റെ വീഡിയോസ് എടുത്തിട്ട് ഇവർ പറയാം തുടക്കം ഇങ്ങനെയാണ്. ഞാനിങ്ങനെ തുടക്കം കണ്ട്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ രേണുസുതി വലിയ ആളൊന്നുമില്ല, ആകെ ഇച്ചിരിയേ ഉള്ളൂ. പിന്നെ SP ബ്ലോഗിലെ ചേച്ചിക്ക് ബുദ്ധിമുട്ട് എന്താണെന്നറിയോ, പ്രശ്നം എന്താണെന്നറിയോ, ഞാൻ രേണുസുതി വന്നപ്പോൾ ആളില്ലെന്ന്. അയ്യോടാ പാവം ചേച്ചി, കുറച്ച് ആളിനെ കൂട്ടാൻ പറ്റായിരുന്നു രേണുസുതിയെ കാണാൻ വേണ്ടിയിട്ട്. അതെ, രേണുസുതിയെ ഇഷ്ടമുള്ളവർ എവിടെയാണെങ്കിലും വന്നിരിക്കും, മനസ്സിലായോ? ചേച്ചി പറഞ്ഞ പോലെ തടിച്ചുകൂടി ആൾ വരെ. രേണുസുതി വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല. രേണുസുതി സാധാരണക്കാരിയാണ്. അങ്ങനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എൻ്റെ കൂടെ ഉണ്ട്, കേട്ടല്ലോ. ചേച്ചി കൂടുതൽ, ചേച്ചി ഇപ്പം വന്നിട്ട് മാസ്ക് വെച്ച് പാത്തും പതുങ്ങി എൻ്റെ ഫോട്ടോയും വീഡിയോ എടുത്തല്ലോ ചേച്ചിക്ക് നാണമുണ്ടോ? ചേച്ചി ഒരു 10 പേരും കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റായിരുന്നു. SP വ്ളോഗ് ചേച്ചി. തീർച്ചയായിട്ടും ഇവർ പറഞ്ഞ പോലെ ഒരുപാട് പേരുണ്ട് ഇവരെ വെച്ച് കണ്ടന്റ് ആക്കുന്നുണ്ട്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ബട്ട് അതല്ലാതെ കുറേ ആൾക്കാരുണ്ട് ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്, അതല്ലാതെ വേറെ ഒന്നുമല്ല. ഇത് കണക്ക് ഈ ചാനലാണെങ്കിൽ പോലും ഇവരെന്തെങ്കിലും തെറ്റ് ചെയ്താൽ മാത്രമേ പറയുന്നു, അതല്ലാതെ ചുമ്മാ എടുത്തിട്ട് അവരെ ആരും സംസാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളവരും ഉണ്ടായിരിക്കും, ഇല്ലെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പറയാനൊരു അവസരം ഉണ്ടാക്കുന്നത് ഇവർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഇട്ടിരുന്നത് ഇവർ തന്നെയാണ്. പല ഇൻ്റർവ്യൂസിലും അല്ലെങ്കിൽ പല ഇടങ്ങളിലും ഇതേ കണക്ക് വന്നിട്ടുണ്ടെങ്കിൽ സഹായിച്ചവരെ തന്നെ കുറ്റം പറയുന്നത്, അങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാരുണ്ട് എടുത്ത് ഇത് വെച്ച് സംസാരിക്കാൻ കാരണമായത്, അല്ലാതെ വേറെ ഒന്നുമല്ല. സോ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലുണ്ടെങ്കിൽ ഒരുപാട് പേര് അവരെ പറ്റി ഇതിനൊക്കെ മോശമുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അത് കേൾക്കാൻ താല്പര്യമില്ലെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ ആ ഇൻ്റർനെറ്റും ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഏത് സോഷ്യൽ മീഡിയയിലും ആയിക്കോട്ടെ, ഇത് കണക്ക് എന്ത് ചെയ്താലും അതിന് നെഗറ്റീവും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, ഇല്ലാതെ ഇരിക്കത്തില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, ഇന്നത്തെ കാലത്ത് അങ്ങനെ തന്നെയാണ്. സോ മാക്സിമം ഉണ്ടാക്കി ഇത് നല്ലത് ചെയ്യുന്ന ആൾക്കാർക്ക് പ്രശ്നമൊന്നും വരുത്തിയിട്ട് ഇത് കണക്ക് ഇവർ തന്നെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കി എടുത്തിട്ട് അതിൽ വരുന്ന പ്രശ്നങ്ങൾ കാരണമാണ് ഇത് കണക്ക് ഒരുപാട് ആൾക്കാർ പറയുന്നത്. എല്ലാത്തവരും ഇത് കണക്കൊണ്ടില്ലെന്നില്ല, അവർക്കെതിരെ നിങ്ങൾ പറഞ്ഞ കണക്ക് ഓക്കെ ശക്തമായിട്ട് പ്രതികരിക്കുക, അതല്ലാതെ എല്ലാവരും ഇത് കണക്കാന്നുള്ള രീതി പറയാൻ നിൽക്കരുത്.